അസ്സലാമലൈക്കും. ഇറ്റ്സ് മീ നിഹാല നാസിക് ഈസി ഹോം. അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു സർപ്രൈസിങ് വീഡിയോ ആണ്. നമ്മൾ ഉപ്പയ്ക്ക് സർപ്രൈസ് കൊടുക്കാൻ പോവാണ്. വേറെ ഒന്നല്ല, ഉപ്പയ്ക്ക് ഒരു ബൈക്ക് നമ്മളെ വക വാങ്ങിക്കൊടുക്കാൻ പോവാണ്. നമ്മൾ മക്കളെ വക വാങ്ങിക്കൊടുക്കാൻ പോവാണ്. അപ്പം ഇപ്പൻ്റെ ഇത് വാങ്ങിക്കൊടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൻ്റെ സ്പ്ലെൻഡർ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് 17 വർഷമായി. അപ്പോൾ ഇപ്പനോട് ഞാനിപ്പം ഇവിടേക്ക് വന്നിട്ട് 9 വർഷമായി. ആ സമയത്ത് തൊട്ട് ഒരു 5-4 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ പറയുന്നുണ്ട് എന്തിനാണ് ഈ വണ്ടി യൂസ് ആക്കുന്നത്, പുതിയൊരു വണ്ടി വാങ്ങിക്കൂടെ എന്നൊക്കെ. അപ്പോൾ ഇപ്പൊക്കെ എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലും ലോങ് ഒക്കെ പോകണമെങ്കിൽ ഇതിൻ്റെ ബൈക്ക് എടുത്തിട്ടാണ് ഇപ്പം അധികം പോകാറുള്ളത്. അപ്പം ഇപ്പൊക്കെ ഇങ്ങനെ ഒരു സർപ്രൈസ്, അതായത് ഇപ്പം എന്തായാലും പൈസ കൊടുത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നില്ല, അങ്ങനത്തെ വണ്ടിയൊന്നും വാങ്ങാൻ പോകുന്നില്ല. അപ്പം ഇപ്പൊക്കെ നമ്മൾ വാങ്ങിക്കൊടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ആ വീഡിയോ നിങ്ങൾക്ക് കാണാം, എല്ലാവരും മുഴുവനായിട്ട് കാണണേ. അപ്പോൾ ഇൻട്രോ എല്ലാവരും കണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മളൊരു ജൂൺ 4-നാണ് വണ്ടിയൊക്കെ പോയിട്ട് ഞാനും എൻ്റെ ഹസ്ബൻഡും പോയിട്ട് നമ്മളിവിടെ തിരുവനന്തപുരത്ത് തന്നെ ബൈപ്പാസ് തന്നെ നോക്കിയിട്ട്, അതായത് ഇപ്പൊക്ക് സർവീസൊക്കെ കൊടുക്കാൻ എളുപ്പമായിട്ട് ഇപ്പൊക്ക് മറ്റൊരാളെ ആശ്രയിക്കേണ്ടാത്ത രീതിയിലാണ് നമ്മൾ സ്ഥലം വരെ പിക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് വണ്ടികളൊക്കെ നോക്കി. അപ്പോൾ ഇപ്പൊക്ക് ഒരുപാട് ഇഷ്ടമാണ് എൻ്റെ ജുപ്പിറ്റർ ബൈക്ക്. ഇപ്പോൾ അധികം ദൂരമൊക്കെ പോകുമ്പോൾ ഇപ്പം എൻ്റെ ബൈക്കൊക്കെ എടുത്ത് കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ ഇതാണ് ഇപ്പൻ്റെ ഒരു വണ്ടി എന്ന് പറയുന്നത്. 17 വർഷമായിട്ട് ഇപ്പം മിനുക്കി കൊണ്ട് നടക്കുന്ന ഒരു ബൈക്ക് തന്നെയാണ് കേട്ടോ. ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞ് അപ്പം തൊട്ട് ഇപ്പം ആ ഒരു വണ്ടി തന്നെ അതിൽ ഒരുപാട് പൈസ ഇപ്പം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, അത് നന്നാക്കാനും പലതും നന്നാക്കാനും. പക്ഷെ ഇപ്പനോട് എപ്പോഴും ഒരു വണ്ടി എടുക്കാൻ പറയുമ്പോൾ ഇപ്പോൾ ഒരിക്കലും വേണ്ട, എനിക്ക് എന്തിനാ വണ്ടി, ഇനിയിപ്പോൾ എന്തിനാ എനിക്കിനി ഇത്ര കാലമില്ലേ അങ്ങനെയൊക്കെ പറയും. പക്ഷേ എൻ്റെ മനസ്സിൽ എപ്പോഴും ഒരു ആഗ്രഹമായിരുന്നു ഇപ്പോൾ ഒരു വണ്ടി. പക്ഷേ അത് ഒരിക്കലും ഞാനൊരാൾ വിചാരിച്ചാൽ മാത്രം എനിക്കറിയാം എന്നെക്കൊണ്ട് ഒരിക്കലും അത് ഒറ്റയ്ക്ക് എഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അപ്പം ഞാനത് എന്താ പറയുക, മറ്റുള്ള ആൾക്കാരെ പറഞ്ഞത് ഇപ്പം 3 മക്കളുണ്ടല്ലോ അവരോടൊക്കെ പറഞ്ഞപ്പം നമ്മൾ ഇങ്ങനെ കൊടുക്കാമെന്ന് വിചാരിച്ച് ആളെ നമ്മൾ പെങ്ങൾക്ക്, അതായത് എൻ്റെ നാത്തൂർക്ക് വണ്ടി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുപോകുന്നത്. ആ ഒരു സമയത്ത് ഇപ്പം എന്താ പറയുക ഒരുപാട് ഹാപ്പിയായി. മാത്രമല്ല അവിടെയുള്ള നമ്മൾ ആ ഒരു സ്റ്റാഫിൻ്റെ ആ ഒരു എന്താ പറയുക അവരും കൂടി നമ്മൾ ഈ ഒരു സർപ്രൈസിൽ ഉൾപ്പെട്ടെന്നുള്ളതാട്ടോ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. പിന്നെ എല്ലാവർക്കും ഉപ്പക്കും നല്ല കളറൊക്കെ ഇഷ്ടമായി. ഉമ്മനോടും നമ്മൾ പറഞ്ഞിട്ടില്ല കേട്ടോ, കാരണം ഉമ്മക്കും അതൊരു ഇതാവരുതല്ലോ, ഉമ്മ ഒരു ക്ലൂ പോലും ഇപ്പൊക്കെ കൊടുക്കരുതല്ലോ. അങ്ങനെതാ നമ്മളെ പുതിയ അതിഥി നമ്മളെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. അൽഹംദുലില്ലാ, ഒരുപാട് സന്തോഷം. ഉപ്പക്കും ഒരുപാട് സന്തോഷം കേട്ടോ. ഉപ്പ വീട്ടിലേക്ക് വന്നില്ല, ഉപ്പ പീടികയിലേക്ക് നേരിട്ട് പോയി. ഉപ്പൻ്റെ ബൈക്കായിട്ടാണല്ലോ വന്നത്. അപ്പോൾ അതാ നാത്തൂനും ഒന്ന് ഓടിച്ചൊക്കെ നോക്കുന്നുണ്ട്. നല്ല സുഖമുണ്ടല്ലോ, ഇപ്പം എൻ്റെ വണ്ടീനേക്കാളും നല്ല സുഖമുണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അതങ്ങനെയാണല്ലോ അല്ലേ. പുതിയൊരു ഐറ്റം വരുമ്പം നമുക്ക് പഴയതൊക്കെ എന്താ പറയുക ഒരു മോശമായിട്ടൊക്കെ തോന്നും. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു ദിവസം നല്ല അടിപൊളിയായിട്ട് പോയി. ഇപ്പൊക്കെ ഒരുപാട് സന്തോഷമായി. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോ. എൻ്റെ ഒരു സന്തോഷം നിങ്ങളെ അറിയിക്കുക എന്ന് മാത്രം. എല്ലാവരും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കൊള്ളി കേട്ടോ. അപ്പോൾ അടുത്തതായി കാണാം. ബൈ.